നമസ്കാരം. തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത പ്രോജക്റ്റ് തിരിച്ചു വരുന്നു. ഈ ഓപ്പറേഷൻ അനന്തയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യം ഭൂരിഭാഗം തിരുവനന്തപുരത്തുകാർക്കും വേണ്ടി വരില്ല. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അതിന് ലഭിച്ച ഒരു സ്വീകാര്യത തന്നെയാണ്. പക്ഷേ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ അതേ ഓപ്പറേഷൻ അനന്ത ഇപ്പോൾ തിരിച്ചു വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ വർക്കിലേക്ക് കടക്കുന്നു എന്നറിയുന്ന വളരെയധികം ക്രൂഷ്യലായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. 2015-16 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന വെള്ളക്കെട്ട്, എസ്പെഷ്യലി ഒരു ചെറിയ മഴക്കാലം വന്നാൽ പോലും ആളുകൾക്ക് യാത്ര ചെയ്യാനോ നടക്കാനോ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ആ സമയത്തും ഒരു പരിധി വരെ ഇപ്പോഴും ആണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം സിറ്റുവേഷൻ. സോ ആ 2015-16 കാലഘട്ടത്തിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ ഓപ്പറേഷൻ അനന്ത ലോഞ്ച് ചെയ്തത്. അതിനെ പൂർണ്ണമായിട്ടും കോർഡിനേറ്റ് ചെയ്തിരുന്നത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസണും, അതുപോലെ തന്നെ അതിനെ ഫീൽഡിൽ അതിന് വേണ്ട എല്ലാ എക്സിക്യൂഷനും ചെയ്തത് അന്നത്തെ വളരെയധികം എഫിഷ്യൻ്റ് ആയിരുന്ന ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കളക്ടർ ബിജു പ്രഭാകർ ആയിരുന്നു. 2016 കാലഘട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ അനന്ത പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവസാനിച്ചപ്പോൾ സിറ്റുവേഷൻ വീണ്ടും വളരെയധികം മോശമാവുന്ന സിറ്റുവേഷനാണ് തിരുവനന്തപുരം എല്ലാ മഴയത്തും ഫേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് ഒരു 2 ആഴ്ചയായിട്ട് ചെയ്യുന്ന ഒരു നോർമൽ മഴ പോലും തിരുവനന്തപുരം സിറ്റിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്തും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ഷിഫ്റ്റായി വന്ന ഒരു സമയത്തും പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇതേ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഒരു ഡിസ്കഷൻ വന്നത്. എന്തുകൊണ്ട് ഓപ്പറേഷൻ അനന്ത 2 എന്ന പേരിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിനെ തന്നെ എക്സാക്ട്ലി നമുക്ക് എന്തുകൊണ്ട് റീലോഞ്ച് ചെയ്തുകൂടാ എന്നുള്ള ഒരു ഗവൺമെൻറ്റൽ ഡിസിഷൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വാർത്തയും പുറത്തു വന്നു കഴിഞ്ഞത്. വട്ടിയൂർക്കാവ് MLAയും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയുമായ കെ മുരളീധരനാണ് ഈ തരത്തിൽ ഇത് റീലോഞ്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഇപ്പോൾ പുറത്തു വിട്ടത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതായത് വാട്ടർ റിസോഴ്സസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ബിശ്വാന്ത് സിൻഹയ്ക്കാണ് ഈ പറഞ്ഞ മൊത്തം പ്രോജക്റ്റിൻ്റെ കോർഡിനേഷൻ ചാർജ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനന്ത ഈ വരുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഒരുപാട് അനുബന്ധ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഈ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവിനെ ഈ പ്രോജക്റ്റോടുകൂടി തന്നെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാനും പേഴ്സണലി വിശ്വസിക്കുന്നത്. ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള തീരുമാനം അനുസരിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ റെയിൽവേയുടെയും ഒരു സംയുക്തമായ നടപടികളിലൂടെയാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ പറഞ്ഞ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് മെജോറിറ്റി ഓഫ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാവുന്ന സ്ഥലങ്ങളിലൂടെയുള്ള ഇഷ്യൂസ് പ്രധാനമായിട്ടും ഉള്ളത്. അതിനോടൊപ്പം തന്നെ കോർപ്പറേഷന് ചെയ്യാവുന്ന അവരുടെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ട് പല ഭാഗവും റെയിൽവേയുടെ അതോറിറ്റിയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ വാട്ടർ ഫ്ലോ പലയിടത്തും തടസ്സമായി നിൽക്കുന്നത്. സോ ഇതെല്ലാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംയുക്തമായ ഒരു നടപടികളിലൂടെ തന്നെ മുമ്പിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇഷ്യൂസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കൂ. പലർക്കും ഈ പറഞ്ഞ ഒരു ടോപ്പിക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ ഓപ്പറേഷൻ അനന്ത കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. എനിക്കും ആ സംശയമുണ്ട്. കാരണം 2015-16 കാലഘട്ടത്തിൽ എഫക്റ്റീവായിട്ട് ഒരു വർഷം കൃത്യമായ രീതിയിൽ എവിടെയൊക്കെയാണോ ഇഷ്യൂസ് എന്നുള്ളത് കണ്ടുപിടിച്ച് ആ പറഞ്ഞ ഇഷ്യൂസ് സോൾവ് ചെയ്ത് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഓപ്പറേഷൻ അനന്ത നിന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായത്. അത് പ്രധാനമായിട്ടും പല സ്വകാര്യ വ്യക്തികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്നുള്ളതും പലരും അംഗീകരിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. ഇപ്പോഴും ഈ പറഞ്ഞ കയ്യേറ്റങ്ങളുള്ള സ്വകാര്യ വ്യക്തികൾ തന്നെയായിരിക്കും ഈ ഓപ്പറേഷൻ അനന്തയ്ക്ക് പ്രധാനമായിട്ടും വെല്ലുവിളികൾ കൊണ്ടുവരാൻ പോകുന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല. കൃത്യമായ രീതിയിൽ വാട്ടർ ഫ്ലോയ്ക്ക് തടസ്സമുണ്ടാകുന്ന എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ച് കൃത്യമായ രീതിയിൽ ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ ഈ തവണയെങ്കിലും അതിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മേജറായിട്ടുള്ള ചേഞ്ചസ് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.